ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇവർക്ക് ദിന. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ ഇന്ന് വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വമ്പം പണി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഒന്നും പറയാനില്ല, ഇമ്മാതിരി പണി കിട്ടണമൊക്കെ യാദൃശ്ചികമായിട്ടാണ്. അതായത് നമ്മുടെ പണി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഞാൻ ഇനി പറഞ്ഞ് താമസിപ്പിച്ച് കഴിഞ്ഞാൽ ലാഗായി പോവും. ഞാൻ കാണിച്ചു തന്നിട്ട് ബാക്കി പറയാം. അപ്പോൾ ഗൈസ്, വേറൊന്നുമല്ല, ഇതെല്ലാവരും കണ്ടോ, ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന പണി. ഒന്നും പറയാനില്ല, വണ്ടിയുടെ പരിപ്പിളക്കിക്കൊണ്ടാണ് നമ്മുടെ ശശിയണ്ണൻ വന്നത്. മൊത്തം തകർന്ന് നാശമായി ഗൈസ് നമ്മുടെ കിങ്. അപ്പോൾ ഇവനെ പയ്യെ ഒന്ന് സെയിലാക്കുവാണ്. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ ആക്സിഡൻറ്റും ഒക്കെ പറ്റി. ഇനിയിപ്പോൾ ഇത് കൈ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല, കാരണം ട്രിപ്പും കുറവാണ്. പിന്നെ ആ ഡോറിൻ്റെ അവിടെയൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് നമ്മുടെ പുറയിലത്തെ ഹെഡ്ലൈറ്റൊക്കെ ചളുങ്ങിക്കൂടി പോയി ഗൈസ്. വണ്ടി ഇപ്പോൾ ആക്രിക്കാർ പോലും എടുക്കത്തില്ല, ആ ഒരു സ്റ്റേജ് എത്തി ഗൈസ്. ഇപ്പോൾ ഈ വണ്ടി കിട്ടണ വിലയ്ക്ക് അങ്ങ് കൊടുക്കുവാണ്. ഇതൊന്ന് റിപ്പയർ ചെയ്ത് ഇച്ചിരി പുട്ടിയൊക്കെ അടിച്ച് കയറ്റിയിട്ട് വേണം കൊടുക്കാൻ. അല്ലെങ്കിൽ പിന്നെ ഈ സ്ക്രാപ്പൊന്നും ആരും അങ്ങനെ എടുത്തുകൊണ്ട് പോകത്തില്ല, മൊത്തം ചെളിയാണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് വന്ന വഴിയാണ് ഒരു ലൈറ്റൊക്കെ ഊരി തെറിച്ചിട്ടുണ്ട്. പിന്നെ ചില്ലൊക്കെ ഊരി പോകുന്നു ഗൈസ്. നമ്മുടെ കൊമ്പൊക്കെ മാറണം. ഇതൊരു ലോക്കൽ ബോഡി കയറ്റിയിട്ട് അങ്ങ് കൊടുക്കുവാണ്. ഇനി അവരെന്നാന്ന് വെച്ചാൽ ചെയ്തോളൂ. അപ്പം നമുക്കതായാലും തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഗാരേജ്, ഈ അടുത്ത് കാണുന്നത് തന്നെയാണ്. നമുക്കതായാലും അങ്ങോട്ട് എടുത്തിടാം. ഇതാണ് ഞാൻ ആ ഡോറിൻ്റെ വിഷയം പറഞ്ഞത്. കവിളൊക്കെ ഊരി പോകുന്നു ഗൈസ്, മൊത്തം പറഞ്ഞ് ആകെ നാശമായിട്ട് ഇരിക്കുവാണ്. വന്ന വഴിക്കൊന്ന് ഊരിപ്പോകാതിരുന്നത് ഭാഗ്യം. നമ്മുടെ വൈപ്പർ ബ്ലേഡും ഒക്കെ പൊളിഞ്ഞ് നാശമായിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റും പോയിട്ടുണ്ട്. ഇത് നമ്മുടെ സെറ്റ്യൂ മോഡലാണ് ഗൈസ്. സെഡോൺ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മുടെ പ്രകാശ് ഇറക്കിയ ഒരു മോഡലാണ്. അതാണ് ഈ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് ആകെ 2-3 വണ്ടിയൊക്കെ ഇറങ്ങിയിട്ടുള്ളൂ. ഇത് സെക്കൻഡ് വണ്ടിയാണ്, പുത്തൻ വണ്ടിയൊന്നും അല്ല. ഇത് നമ്മൾ ഒരു പ്രാവശ്യം സെക്കൻഡ് ഹാൻഡ് പോയി എടുത്തുകൊണ്ട് വന്നതാണ്. വലിയ ഗുണമൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് എപ്പോഴും ഇതുപോലെ ഓരോ പണിയൊക്കെ കിട്ടാറേ ഉള്ളൂ. അപ്പോൾ ഇതേതായാലും കിട്ടണ വിലയ്ക്ക് കൊടുക്കുവാണ്. പിന്നെ ഒരു ലോക്കൽ സൗണ്ട് സിസ്റ്റം ഒക്കെയാണ് ചെയ്തേക്കണത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഏക ലേസർ വണ്ടിയാണ്. നമ്മുടെ വണ്ടിക്കകത്തൊന്നും അങ്ങനെ ലേസർ സെറ്റപ്പ് ഒന്നും ഇല്ല, മൊത്തം പിക്സൽ വർക്കൊക്കെ ആയിരുന്നു. ഇതിനകത്ത് ഫുള്ള് ലേസർ വർക്കാണ് ഗേസ്. ഏതായാലും ഇനിയിപ്പോൾ അങ്ങ് കൊടുത്തേക്കാം. ഇനിയിപ്പോൾ സെറ്റ് നമ്മുടെ കൈ വെച്ചുകൊണ്ടൊരു കാര്യമില്ല, കാരണം ഇപ്പോൾ സെഡസ്ത്രയും സെഡോണും ആണ് ഓട്ടോ ഉള്ളൂ. നമുക്ക് ഏതായാലും അങ്ങ് കൊടുത്തേക്കാം ഗൈസ്. നമുക്ക് നേരെ വണ്ടി എടുത്ത് ഗാരേജിലോട്ട് ഇടാം. ഇപ്പോൾ ഗൈസ്, നമ്മളിത് ക്യാബിനിലോട്ട് വന്നിട്ടുണ്ട്. VS4 വണ്ടിയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ക്യാബിൻ വരുന്നത്. അത്യാവശ്യം കൊള്ളാം ഗൈസ്, പക്ഷേ ഈ വണ്ടി ഇച്ചിരി പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിപ്പോൾ ഞാൻ എത്രാമത്തെ തവണ റിപ്പയർ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഈ വണ്ടി എടുത്തപ്പോൾ മുതൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഇത് കിട്ടണ വിലയ്ക്ക് അങ്ങ് കൊടുക്കുവാണ് ഗൈസ്. നമുക്ക് ഏതായാലും എടുത്തങ്ങ് ഇട്ടേക്കാം. പോട്ടെ. ഓഹോ, സൈഡിൽ വല്ല പ്രശ്നം ഉണ്ടോടെ? അതെ, അടുത്തൊരു സ്ക്രാപ്പ് വരുന്നുണ്ട് ഗൈസ്. സ്ക്രാപ്പൊന്നുമല്ല, നല്ല ഫ്രഷ് ആയിട്ടുണ്ടല്ലോ. പൊട്ടി അടിച്ച് കയറ്റിയേക്കുവാ മൊത്തവും, എന്നിട്ട് പെയിൻറ്റും അടിച്ച് അങ്ങ് ഇട്ടേക്കുക. നമ്മുടെ വണ്ടി അതിലും ഭേദമാണ് ഗൈസ്. ഏതായാലും നമുക്ക് ഇങ്ങോട്ട് കയറ്റിയിടാം. പോട്ടെ. ഓക്കെ. ഇപ്പം ഗൈസ്, വൈകുന്നേരം ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ പണി ഏകദേശം തീർന്നിട്ടുണ്ടെന്നാണ് നമ്മളെ വിളിച്ച് പറഞ്ഞത്. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ വണ്ടി എടുക്കാൻ പോവാം. ഇപ്പോൾ രാവിലെ നമ്മൾ കൊണ്ടുവന്ന് ഇട്ടതാണ് ഗൈസ്. ഏതായാലും നമ്മൾ ഇവിടെ ഒരു ചായയൊക്കെ കുടിക്കാൻ വന്നതാണ്. അപ്പോഴത്തേക്കും വൈകുന്നേരമായി. നമ്മുടെ വണ്ടി സെറ്റായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് പോയി വണ്ടി എടുക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് നേരെ പോവാം ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി എടുക്കാൻ വേണ്ടി പോവാം. വണ്ടിയുടെ വർക്ക് ഫുള്ള് തീർത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കണത്. ഏതായാലും സെയിലാക്കാനുള്ള വണ്ടിയാണ്. ഇനിയിപ്പോൾ വലിയ ഫിനിഷിംഗ് ഒന്നും ഇല്ലെങ്കിലും റെഡിയാക്കി എടുക്കാം ഗൈസ്. വമ്പ ഹൈവേ ആണ് ഗൈസ്. വണ്ടി വല്ലതും എടുത്തുകൊണ്ട് പോയിരുന്ന ഭാഗ്യം. എന്തൊക്കെയാണ്. നമ്മുടെ വില്ലനൊന്ന് ചെറുതായിട്ട് കാട്ടി കയറിയിട്ടുണ്ട്. അത് പോട്ടെ. അപ്പം നമുക്ക് നമ്മുടെ വണ്ടി നോക്കാം ഗൈസ്. ഞാൻ വണ്ടി കാണിച്ചു തരാം. എന്തൊക്കെയാണ്, ഒന്നും പറയാനില്ല ഗൈസ്. എൻ്റെ അമ്മോ, ഒരു KSRTC അങ്ങോട്ട് പറന്നങ്ങ് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഏതായാലും നമ്മുടെ വണ്ടി നോക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടി ഗൈസ്.
അടിപൊളി. നമ്മൾ കൊണ്ടുവന്ന പോലെയല്ല, അവരൊക്കെ ഇത് നല്ല പവറാക്കി ഇട്ടിട്ടുണ്ട് വണ്ടി. ആ ഡോറിൻ്റെ അവിടുത്തെ പ്രശ്നം എന്നാലും മാറ്റാൻ പറ്റണില്ല ഗൈസ്. അത് നേരെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഡോർ അടയ്ക്കാനും തുറക്കാനും പറ്റുകയില്ല. അതാണ് അത് അങ്ങനെ വെച്ചേക്കണത്. പിന്നെ ഇതാണ് നമ്മുടെ സെറ്റ് മോഡൽ വണ്ടി. ഇങ്ങനെയാണ് ആ ഫ്രണ്ട് കൗൾ ഇരുന്നത്. ആ ഒരു ആക്സിഡൻറ്റ് വണ്ടിയുടെ ബോഡി ഫുള്ള് മാറേണ്ട വന്നു. ഓ, കംപ്ലീറ്റ് ബോഡി മാറിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ 2 ഡോറിനും ആ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട് ഗൈസ്. സൈഡിലെ ചളുക്കും എല്ലാം മാറ്റിയിട്ടുണ്ട്. ഓയ്യോ, നമ്മുടെ ആശാരി ഏതായാലും നല്ല പണിയെടുത്തിട്ടുണ്ട് ഗൈസ്. കംപ്ലീറ്റ് പൊട്ടിയടിച്ച് കയറ്റിയേക്കുവാണ്. ഇനിയിപ്പോൾ നമുക്ക് ബോഡി മാറാനുള്ള ഫണ്ടൊന്നും ഇല്ല ഗൈസ്. ഞാനത് സെയിലാക്കുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സെയിലാക്കാൻ ആളെയും കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്ത ദിവസം ഇവനെ അങ്ങ് സെയിലാക്കുവാണ്. എന്നിട്ട് വേണം നമ്മുടെ ഗ്രാൻഡ് BMR അടുത്ത ദിവസം പുറത്തിറങ്ങും ഗൈസ്. നല്ല അടിപ്പം ഗ്രാഫിക്സൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതായാലും ഇനി ഇവൻ്റെ അകം ഒന്ന് നോക്കിയേക്കാം ഗൈസ്. അങ്ങനെ നമുക്ക് ഇവൻ്റെ അകം ഒന്ന് നോക്കാം. അതിന് മുന്നേ ഡോറ് തുറക്കാം ഗൈസ്. ഡോർ ഇപ്പോഴും എയർ ഡോർ തന്നെയാണ്. ഇത് അകത്തോട്ട് തുറക്കുന്ന സംഗതിയാണ് ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഡോറ് തുറന്നിട്ടുണ്ട്. അപ്പം ഗൈസ് നമുക്കിനി ഇവൻ്റെ അകത്തോട്ടൊന്ന് കയറിയേക്കാം. നമ്മുടെ വണ്ടി ആകെ പെട്ടിരിക്കുവാണ്. ഇനിയിപ്പോൾ ഇവനെ ഒന്ന് സെയിലാക്കിയിട്ട് വേണം ബാക്കി പരിപാടി ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഏതായാലും ഇവൻ്റെ അകത്തോട്ട് കയറാം. പിന്നെ അടിയിൽ സ്റ്റെപ്പില്ല ഗൈസ്, അത് കാരണം കയറാൻ കുറച്ച് പാടാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്യാബിൻ വരുന്നത്. അത്യാവശ്യം ലേസറൊക്കെ ഓണാക്കിയിട്ടുണ്ട്. ലേസർ അതിൻ്റെ മൂവ്മെൻ്റൊക്കെ പോയി ഗൈസ്. ലേസറിൻ്റെ മൂവ്മെൻ്റൊക്കെ പോയിരിക്കുവാണ്. അത് നമുക്കിനി അടുത്ത ദിവസം ഒന്ന് റെഡിയാക്കിയിട്ട് വേണം ഇവനെ ഒന്ന് സെയിലാക്കാൻ. കാരണം അവർക്ക് ഈ ഒരു സെറ്റ് വർക്ക് തന്നെ മതി എന്നാണ് പറഞ്ഞത്. മൊത്തം പൊടിയാണ് ഗൈസ്. നമുക്കിവനെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കൊടുക്കണം. നമുക്ക് ഇവൻ്റെ അകത്തോട്ടൊന്ന് കയറിയേക്കാം. ഓക്കെ, നമ്മൾ അകത്തോട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം വലിയ കുഴപ്പമില്ല ഗൈസ്. ഇത് നോൺ പുഷ് ബാക്ക് വണ്ടിയാണ്, AC ഇല്ല. ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. നോൺ AC വണ്ടിയാണ് ഗൈസ്. ഫുള്ള് ലേസർ മയമാണ്. എന്നാലും വണ്ടി ഓട്ടോ ഇല്ല ഗൈസ്, സാധാരണയാണ് കൊടുക്കണത്. പോരാത്തതിന് നമ്മുടെ 3 വണ്ടി ഓടിയിട്ടും കാര്യമില്ല. ഇവൻ്റെ മെയിൻ്റനൻസ് ഒന്നും നമുക്ക് പറ്റുന്ന സൈസ് അല്ല. കാരണം ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മൊത്തം ചളുങ്ങുമാണ്. പിന്നെ അവർ പറഞ്ഞ് ഇവൻ്റെ ഫ്രണ്ട് കൗൾ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാമെന്നാണ്. പിന്നെ ഞാനൊന്ന് മാറ്റിയെന്നേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മളായാലും താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവനെ വാഷ് ചെയ്യണ വീഡിയോ ഒന്നും ഞാൻ എടുക്കാനില്ല. അപ്പോൾ കുറച്ച് ലെങ്തായി പോകും വീഡിയോ. അപ്പോൾ ഇനി ഇവനെ ഷെഡിൽ കൊണ്ട് ഇടണം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് കൂടി ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്ത ദിവസം നമ്മുടെ ഗ്രാൻഡ് BMR പുറത്തിറങ്ങുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. ഓക്കെ.